ഹായ്, ഞാനിന്നൊരു എ ലൈൻ ചുരിദാറിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഉണ്ട്. ലാസ്റ്റ് ഒരു ഫിനിഷിങ് ഉണ്ട്. ഇപ്പം നമ്മളിതിൻ്റെ ഷോൾഡർ എടുത്തേക്കുന്നത് 7 ഇഞ്ച്, അതേപോലെ തന്നെ ആം ഹോൾ 7 ഇഞ്ച്, വണ്ണം വരുന്നത് 20ആണ്. അതായത് വൺ സൈഡ് 20. അപ്പോൾ അതിന് 4 പറയും 10. അതിൻ്റെ വേസ്റ്റ്, അതായത് ഷേപ്പ് വരുന്നത് 14 ഇഞ്ചിൽ 9. പിന്നെ ലെങ്ത്ത്, അതായത് വേസ്റ്റ് വരെയുള്ളത്, വേസ്റ്റ് അല്ല ഹിപ്പ് വരെയുള്ളത് 21 ആണ് ഞാൻ എടുക്കുന്നത്. ഹിപ്പിൻ്റെ അളവെന്ന് പറയുന്നത് 21.5 ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ ഒന്ന് സൈഡിലേക്ക് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്. ഇതൊരു കസ്റ്റമൈസേഷൻ ടോപ്പാണ്. ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ ഒരു ആഷ് കളർ പോലെയാണ് തോന്നുന്നെങ്കിലും ബ്ലാക്ക് ഷെയ്ഡാണ്. ലെങ്ത്ത് വരുന്നത് 45 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെട്ടുന്നത് ക്രേപ്പിലാണ്, അത് ലൈനിങ്ങിൽ നമ്മൾ ആദ്യം വെട്ടുന്നത്. അപ്പോൾ 45 ലെങ്ത്തിൽ. അപ്പോൾ 45 ലെങ്ത്ത് ക്രേപ്പ് സ്റ്റഡി ലെങ്ത്ത് പറയുമ്പോൾ ഞാൻ ക്രേപ്പിൽ സ്റ്റഡി 45 തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മളെ തയ്യൽ തുമ്പും പിന്നെ എക്സ്ട്രാസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 43.5 ഒക്കെ ഉണ്ടാവുള്ളൂ. അത്രയും 1.5 ഇഞ്ച് മേളിൽ കയറുണ്ടാവും. അതുപോലെ ആം ഹോൾ വരുന്നത് അവരുടെ റെഡിമെയ്ഡ് ടോപ്പിൻ്റെ 9.5 അപ്പോൾ അതനുസരിച്ചാണ് 7 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അളന്ന് നോക്കുക. അളന്ന് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് 9.5 കിട്ടുവാണെങ്കിൽ നമ്മൾ അത് അളവിൽ തന്നെ എടുത്ത് നമ്മൾ വെട്ടുക. അതിനുശേഷം നമ്മളിങ്ങനെ വെട്ടിയെടുക്കണേണ് നമ്മൾ ടോപ്പ്. ശരിക്കും എയർലൈൻ ടോപ്പൊക്കെ തയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത്രയും വലിയ പാടില്ല തയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ബാക്കിൽ ബാക്ക് ടോപ്പിനും കൂടി അല്ല ഫ്രണ്ട് ടോപ്പിനും കൂടി നമ്മൾ മെഷർമെൻറ്റ് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന രീതി എന്ന് പറയാനായിട്ട്. പിന്നെ ഇതൊരു സിബ്ബാണ്. പിന്നെ ഞാൻ ബാക്ക് നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കും. കാരണം ഞാൻ ക്രോസ് പീസ് ഇട്ടിട്ടാണ് ബാക്ക് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് നെക്ക് ഞാൻ ഓൾറെഡി തന്നെ നമ്മളെ ടോപ്പ് മെഷർമെൻറ്റ് വെട്ടുമ്പോൾ തന്നെ ഞാൻ ബാക്ക് നെക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പോൾ ആ കൂട്ടർ ബാക്ക് നെക്ക് ഡീപ്പ് നെക്കാണ്, 7.5 ആണ് ബാക്ക് നെക്ക് വരുന്നത്. അത് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്തു. അത് വെട്ടി മാറ്റിയിട്ട് സിബ്ബ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടം വരെയും സിബ്ബ് വന്നം, വേസ്റ്റ് അല്ല ഹിപ്പിൻ്റെ അവിടം വരെയും സിബ്ബ് വന്നം. അപ്പോൾ ഈ കുട്ടിക്ക് അത്രയും കിട്ടും. കാര്യം ഒന്നാമത് 7.5 ഇഞ്ച് നെക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പോർഷൻ നമുക്ക് സിബ്ബ് വരെ ഉള്ളത് കിട്ടും, അതായത് ഹിപ്പ് വരെയുള്ളത് കിട്ടും. അപ്പം നമുക്കിതുപോലെ തന്നെ മെഷർമെൻറ്റ് ഇതുപോലെ വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കിൻ്റെയും പരിപാടി കഴിഞ്ഞു. ഷോൾഡർ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഇതൊന്ന് മടക്കി മാറ്റിയിട്ട് നമുക്ക് വേഗം തന്നെ നമ്മുടെ നല്ല ബ്ലാക്ക് പീസ് എടുത്തിട്ട് ആദ്യം വെട്ടുന്ന ബാക്ക് പീസാണ്. ബാക്ക് പീസ് സെയിം തന്നെ മെഷർമെൻറ്റ് നമ്മൾ എടുത്ത് വെട്ടുക. അളവും ലെങ്ത്തും എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുക്കാം. ശരിക്കും നമ്മൾ എന്തിനാണ് ലൈനിങ്ങിൽ നമ്മളിത് വെട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നല്ല പീസിൽ വെട്ടിയിട്ട് എന്തെങ്കിലും ഒരു അപാകത വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നല്ല പീസ് മാറ്റാൻ പറ്റത്തില്ല. വല്ല റെഡിമെയ്ഡ് ടോപ്പോ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ എപ്പോഴും ലൈനിങ്ങിൽ അളവെടുത്ത് വെട്ടണം എന്ന് പറയുന്നത്. ലൈനിങ് നമുക്ക് എപ്പോഴും എവിടെയും അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ശരിക്കുമുള്ള പീസിൻ്റെ നമ്മൾ വെട്ടി അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അത് തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെയാണ് എല്ലാവരും ലൈനിങ്ങിൽ തന്നെ ഫസ്റ്റ് അളവ് വരച്ച് വെട്ടുന്നത്. പിന്നെ ലൈനിങ്ങിൽ അളവ് വരച്ചാലല്ലേ നമ്മൾ മറച്ചിട്ട് തയ്ക്കുമ്പോൾ ലൈനിങ്ങല്ലേ കാണുന്നേ. അപ്പോൾ ലൈനിങ് തന്നെ വേണമല്ലോ ശരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് പീസ് വെക്കുക. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ ഒപ്പം ബാക്ക് പീസും ലൈനിങ് പീസും ഫ്രണ്ട് നല്ല പീസും ലൈനിങ് പീസും ഒപ്പം വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. ഒരു വ്യത്യാസമില്ല, കട്ട് ചെയ്ത് വേഗം തന്നെ മാറ്റാം. ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിനി കൈ വെട്ടാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ, ഈ ഒരു പാറ്റേണിൽ ഫ്രണ്ടിൽ ക്രോസ് ആയിട്ട് വരുന്ന നെക്കാണ്. അതായത് അജ്രക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ക്രോസ് ആയിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വെക്കുന്നത്. കൈക്കുഴി കുഴിച്ച് വെട്ടാം കേട്ടോ. കൈക്കുഴി കുഴിച്ച് വെട്ടുമ്പോൾ ചിലർ മേളിൽ നിന്ന് കുഴിക്കും, ചിലർ ആം ഹോളിൻ്റെ കുഴിയിൽ തന്നെ കുഴിക്കും. എങ്ങനെയാണേലും കൈക്കുഴി നമ്മൾ കുഴിച്ച് വെട്ടിയില്ലെങ്കിൽ
നമുക്ക് അതിൻ്റെ ഒരു ആം ഹോൾ ഷേപ്പ് കിട്ടില്ല. നമുക്ക് കൈ വെട്ടിയെടുക്കാം. കൈ 22 ഇഞ്ചസാണ്. അതായത് ആ കുട്ടിക്ക് ഫുൾ ലെങ്ത്ത് വേണം എന്ന് പറഞ്ഞു. ബ്ലാക്ക് കളറല്ലേ, ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട്, ലൈനിങ് ഇല്ല, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫുൾ ലെങ്ത്തിൽ 22 ഇഞ്ചസിലാണ് നമ്മൾ ഈ കൈ ചെയ്യുന്നത്. 22 ആണ് നോർമൽ ഒരു ഹാൻഡിൻ്റെ ലെങ്ത്ത്. പിന്നെ നമുക്ക് ചുടി സ്ലീവൊക്കെ വേണമെങ്കിൽ 30 ഇഞ്ചസ് വരെ നമുക്ക് വേണ്ടി വരും. വണ്ണം കുറഞ്ഞൊരു കുട്ടിക്കാണെങ്കിൽ 30 നമുക്ക് കൈയൊക്കെ നമുക്ക് ഇതേ സെയിം മെറ്റീരിയൽ തന്നെ കിട്ടും കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു 2-2.25 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്കൊരു കൈ എയർ ലൈനിൽ നിന്നൊരു കൈ കിട്ടാനായിട്ട്. അപ്പോൾ ഇതാണ് അവർ സെലക്ട് ചെയ്ത അജ്രക്കിൻ്റെ പീസ്. ഈ ഒരു പീസിൽ നമ്മൾ 14 ഇഞ്ചസാണ് യോക്ക് ലെങ്ത്ത് അളവപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ 6 ഇഞ്ചസാണ് വിത്ത്. അപ്പോൾ ആ കുട്ടിയുടെ നെക്കിൻ്റെ വിത്ത് തന്നെ 4 ഇഞ്ചുണ്ട്. പിന്നെ 2 ഇഞ്ചിൻ്റെ ഉണ്ടാവത്തുള്ളൂ നമുക്ക്. അപ്പോൾ 2 ഇഞ്ചിൽ നിന്ന് തയ്യൽ തുമ്പ് പോകുമ്പോൾ 1.5 ഇഞ്ച് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു വി ഷേപ്പിലാണ് ഈ ഒരു യോക്ക് പോർഷൻ നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് ലെങ്ത്ത്, 6 ഇഞ്ച് വിത്തിൽ നമ്മൾ പീസ് വെട്ടിയെടുത്തിട്ട് നെക്ക് വരയ്ക്കുക. അതിനുശേഷം കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മളത് വെട്ടിയെടുക്കുക. അപ്പോൾ അജ്രക്കിൻ്റെ പീസ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു 1 പോർഷനാണ്. ഇതിൻ്റെ ഒരു 4 പോർഷനിൽ നമ്മൾ വേറൊരു റെഡ് അജ്രക്ക് കയറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊരു വീനക്ക് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മളൊരു റെഡ് അജ്രക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യും. ഈ ഒരു അജ്രക്കാണ് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ അല്ല, ഇപ്പോഴത്തെ പോർഷനിലാണ്, ചെറിയൊരു പോർഷനിലാണ് വരുന്നത്. നമ്മളിങ്ങനെ വരച്ചിട്ട്, ഞാൻ സാധാരണ ശരിക്കും പറഞ്ഞാൽ പേപ്പറിൽ വെട്ടി വരച്ചിട്ടാണ് നമ്മളിത് വെട്ടുന്നത്. ഞാൻ ഇപ്രാവശ്യം ഡയറക്റ്റ് തുണിയിൽ തന്നെ അതങ്ങനെ വെട്ടി കളഞ്ഞിട്ട് ആ ഒരു വെട്ടി മാറ്റിയ പീസ് തന്നെ അതിൽ വെച്ചിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ട് അങ്ങനെ വരച്ച് വെട്ടുകയാണ്. കണ്ടോ, ഒരു ഉള്ളിലേക്ക് മടങ്ങാനുള്ള ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇടും. അത് നെക്കിന് വേണ്ട, ബാക്കി 2 പോർഷനിലുമാണ് ഇടുക. കണ്ടോ, ഈ ഒരു ഫിഗറിലാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ യോക്കിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് യോക്ക് അറ്റാച്ച് ചെയ്യണം എങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നീളൻ പീസാണ്. ഈ നീളൻ പീസ് ആ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും അജ്രക്കിൻ്റെ ഓരോ കഷ്ണം നീളത്തിൽ എടുക്കുക. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ഒരു പോർഷൻ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ ഡബിളായിട്ട് നമ്മൾ വെച്ചിട്ട് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യാം. സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്, ഭയങ്കര സിമ്പിളാണ് ശരിക്കും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, ആ സെൻറ്റർ കറക്റ്റ് പോയിൻ്റ് തന്നെ വരാൻ നമ്മൾ നോക്കണം. ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ നോക്കണം. ഇതിങ്ങനെ വരും കേട്ടോ. നമ്മുടെ ടോപ്പ് തയ്ച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയുടെ അറ്റത്ത് ഇതുപോലെ ഡബിൾ ഷെയ്ഡ് വരും. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ, ലൈനാണ്, കൊള്ളാം അല്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. ബായ്.